മോഷണം നമുക്കിപ്പോൾ ഒരു തൊഴിലാണല്ലോ. നീ വണ്ടി എടുക്ക്. ഏതോ വെള്ളത്തിൽ പോയി മയ്യത്തായവനാണ് നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നത്. കുറച്ച് പ്രശ്നമുണ്ട്. ഇന്നലെ രാത്രി ആരും ഉറങ്ങിയില്ലേ? എല്ലാം വീതിച്ച് വന്നപ്പം രണ്ടെണ്ണം ബാലൻസ്. മനസ്സിലായോ? നമ്മൾ രണ്ടും പെട്ടെന്ന് തല്ലിക്കൊല്ലണ നായിന്റെ മക്കളെ. ബിജുക്കുട്ടൻ നായകനായി എത്തുന്ന ചിത്രം കള്ളന്മാരുടെ വീട് റിലീസിന് ഒരുങ്ങുകയാണ്. ജനുവരി 5-നായിരിക്കും ചിത്രം തിയേറ്ററുകളിലെത്തുക. പാലക്കാട്ടുകാരൻ ഹുസൈൻ അറോണിയാണ് ബിജുക്കുട്ടനെ കള്ളനാക്കി കള്ളന്മാരുടെ വീട് എന്ന സിനിമയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഫിക്ഷൻ ഉൾപ്പെടുത്തി ഒരു എന്റർടൈനറായാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഈ സിനിമ ആദ്യാന്ത്യം കോമഡിയുടെ പശ്ചാത്തലത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇന്നേ വരെ മലയാള സിനിമ കാണാത്ത വ്യത്യസ്തമായ ഒരു പ്രമേയമായിരിക്കും ഇതെന്നാണ് നവാഗത സംവിധായകനായ ഹുസൈൻ അറോണി അവകാശപ്പെടുന്നത്. ചിത്രത്തിൽ 6 കള്ളന്മാരായി ബിജുക്കുട്ടനോടൊപ്പം പുതുമുഖങ്ങളായ സുധീഷ് ചെമ്പകശ്ശേരി, രാജേഷ് ആചാരി, മുഹമ്മദ് ഷെരീഫ്, ആനന്ദ് ജീവൻ, ശ്രീകുമാർ രഘുനാഥ് എന്നിവരും വേഷമിടുന്നു. ഇവരെ കൂടാതെ നസീർ സംക്രാന്തി, ഉല്ലാസ് പന്തളം, ബിനീഷ് ബാസ്റ്റിൻ, സുനിൽ സുഗത തുടങ്ങിയ മലയാളത്തിലെ മുൻനിര താരങ്ങളും അണിനിരക്കുമ്പോൾ ഈ സിനിമ മുഴുവൻ സമയ കോമഡി ആയിരിക്കുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കൂടാതെ 31ഓളം സിനിമാ മോഹികൾക്ക് അവസരം കൊടുക്കാൻ കഴിഞ്ഞു എന്നതും ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. പുതുമുഖങ്ങൾ അണിനിരക്കുന്ന ചിത്രം ആദ്യഘട്ടത്തിൽ തന്നെ വിവാദങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് സിനിമയിലെ നായകൻ കൂടിയായ ബിജുക്കുട്ടൻ സഹകരിക്കുന്നില്ലെന്നാണ് അണിയറ പ്രവർത്തകർ ആരോപിക്കുന്നത്. KH പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഹുസൈൻ അറോണി നിർമ്മിക്കുന്ന ഈ ചിത്രം വിപിൻ ബി രാജാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. ജോയ്സ് ലാഹ, സുധാംശു എന്നിവർ എഴുതിയ വരികൾക്ക് അൻവർ സാദത്ത്, ദക്ഷിണ ചെന്നൈ എന്നിവരാണ് സംഗീതം നൽകിയിരിക്കുന്നത്. സംഘട്ടനം മാഫിയ ശശി, വിഘ്നേഷ് എന്നിവർ ചേർന്നാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഒന്നിനൊരു കുറവും വരുത്തണ്ട. ഉസ്താദിന് വേണ്ടി നമുക്കൊരു കളവ് കൂടി നടത്താം. മോഷണം നമുക്കിപ്പോൾ ഒരു തൊഴിലാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തന്റെയാണ് കൂടെ കൂടിയിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, അല്പം വർഗീയതയാണ്. അങ്ങ്